ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ കാലഹരണപ്പെട്ട റാങ്ക് പട്ടികയിൽ നിന്നും സർവീസിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്നത് എന്താണ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 3 ലക്ഷം നിയമനങ്ങൾ 2016 ശേഷം 2026 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന 10 വർഷം നടന്ന നിയമനങ്ങളാണ്. ഇവിടെ ഈ പറഞ്ഞതിനും എത്രയോ അധികം കൂടുതൽ താൽക്കാലിക നിയമനങ്ങളും പിൻവാതിൽ നിയമനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല ലാവണങ്ങളിൽ നിന്നും ഇടതുപക്ഷ സംഘടനകളും ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളും ജോലി സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കടലാസുകളുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടവും ഒരു കാഴ്ചയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നതിന് മുന്നോടിയായിട്ട് നടത്തുന്ന ഈ PSCയുടെ ഈ ഏജ് പരിധി ഉയർത്തുന്നത് കൊണ്ട് ഇന്നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിക്ക് തൊഴിൽ നൽകാൻ വേണ്ടി കഴിയുമെന്നോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ കിട്ടുമെന്നോ ഉള്ള വിശ്വാസമൊന്നും ഇവിടുത്തെ യുവജനങ്ങൾക്കില്ല എന്നതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികളിൽ നിന്നും നാട്ടുകാർക്കും അതുപോലെ തന്നെ ഒപ്പം തന്നെ യുവാക്കൾക്കും ഈ ഉദ്യോഗാർത്ഥികൾക്കും പറയാനുള്ളത്. കാരണം അവർക്കറിയാം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങളും താൽക്കാലിക നിയമനങ്ങളും അത് അവരുടെ എല്ലാം റാങ്ക് പട്ടിക ഉൾപ്പെട്ട് ഏജിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും നിയമനം കിട്ടാതെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും മറ്റു PSC മന്ദിരങ്ങളുടെ മുന്നിലും അവർ സത്യാഗ്രഹങ്ങൾ സമരങ്ങൾ പലതും സംഘടിപ്പിച്ചിട്ടും ഒന്നും നേടാനാവാതെ അവസാനം നിറകണ്ണുകളുമായി ഇവിടം വിട്ട് പോകേണ്ടി വന്ന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിന്നും പോകേണ്ടി വന്ന ആളുകൾ, PSC ആസ്ഥാനത്ത് നിന്നും പോകേണ്ടി വന്ന ആളുകൾ, അവരുടെ എല്ലാം ആ കണ്ണീരിന് ആര് പരിഹാരം കാണും? അതിന് പരിഹാരം കാണാത്ത ഏതൊരു നിയമത്തിനും ഇവിടെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലേതരായിട്ടുള്ള അഭ്യസ്തവിദ്യരായ തൊഴിലേതർക്ക് എന്ത് നീതിയാണ് നൽകാൻ കഴിയുക? ഒന്ന് ഓർത്തു നോക്കൂ.